ബ്രദറൻ സഭകളുടെ ചരിത്രത്തിലെ കുതിപ്പും കിതപ്പും എന്ന സിംബോസിയത്തിൽ കടന്നു വരുവാനിടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഡോക്ടർ OJ ജോൺ സാറ് വിഷയാവതരണങ്ങൾ അവതരിപ്പിച്ചല്ലോ. ആ ബന്ധത്തിൽ ഒരു ചോദ്യം ചോദിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഭയിൽ ഭരണമാണോ പരിപാലനമാണോ വേണ്ടത് എന്നുള്ള വിഷയത്തിൽ അതിൻ്റെ ഒരു ചോദ്യത്തിന് ഒരു ആൻസർ തരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സഭയെ സംബന്ധിച്ചല്ല, സെക്യുലർ ഗവൺമെന്റ് ആണെങ്കിൽ പോലും ഭരണം എന്ന് പറയുന്നത് പരിപാലനം ആണ്. മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ സെർവ് ചെയ്യുന്ന ആളെന്നാണ് വാക്കിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ സഭയെ സംബന്ധിച്ച് എത്രയധികം. അപ്പം പരിപാലനം ഇല്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പരിപാലനമാണ്, ഭരണമല്ല. ഭരണം എന്ന് ഉള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, എങ്കിലും അതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് സഭയ്ക്കൊരു അച്ചടക്കം ഉണ്ടാകണം, സഭയുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകണം, അവിടെ നടക്കേണ്ട കാര്യം ആടുകളും ഇടയനും എന്നുള്ള ഒരു സാദൃശ്യം നമുക്ക് സഭയെ സംബന്ധിച്ച് കാണുന്നുണ്ട്. അപ്പം ആടുകളെ മേയിക്കുന്ന ഇടയൻ അല്ലെങ്കിൽ ഇടയന്മാർ പുതിയ നിയമസഭയിൽ എവിടെയും ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്ലൂറാലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിൽ അധികം ഇടയന്മാർ എന്നുള്ള നിലയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇടയനല്ല, ഒരു സഭയ്ക്ക് ഒന്നിൽ കൂടുതൽ ഇടയന്മാരുണ്ട്. എന്നാൽ എൻ്റെ വിവക്ഷ എന്ന് പറയുന്നത് ഈ ഇടയന്മാർ ഈ ശുശ്രൂഷ ചെയ്യാൻ സമയമുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷ അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാര്, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഈ 5 ഓഫീസും പൂർണ്ണ സമയമാണ്. നമുക്ക് മാത്രം അത് എങ്ങനെ പാർട്ട് ടൈമായി ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ സുവിശേഷൻ എഴുന്നേറ്റ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേർതിരിഞ്ഞിരിക്കും, ഈസ് ഫുൾ ടൈം. എന്നാൽ ഈ മൂപ്പനും ഫുൾ ടൈം തന്നെയാണ്. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് സഭയെ പരിപാലിക്കുവാനായിട്ട് സമയം കിട്ടത്തുള്ളൂ. ഇനി സന്ദർഭവശാൽ ഏതെങ്കിലും ഒരു ഇടയൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ, പ്രശ്നമില്ല. എന്നാൽ ജോലി ചെയ്യുന്നെങ്കിലും അദ്ദേഹം സ്ഥാനീയമായി ഒരു ഇടയൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സേവനവും സർവീസ്, ഞാൻ പറയും ഇറ്റ് ഈസ് എ പൊസിഷൻ ആസ് വെൽ ആസ് എ സർവീസ്. രണ്ടുമാണ്. നമ്മൾ പലപ്പോഴും പറയും ഇതൊരു പൊസിഷൻ അല്ല, ഇത് ഒരു സേവനം മാത്രമാണ്. അങ്ങനെയല്ല, ഇത് രണ്ടുമാണ്. ഇതൊരു പൊസിഷനുമാണ്, സേവനവുമാണ്. അപ്പം സേവനം നടത്തണമെന്നുണ്ടെങ്കിൽ സമയം വേണം. ആ സമയം കേവലം ഞായറാഴ്ച മാത്രം ഒതുങ്ങുന്നതല്ല. ഇനി പരിപാലനം എന്ന് പറയുമ്പോൾ ആടുകളെ അതിനെ നയിച്ചുകൊണ്ട് പോകണം, അത് കുഴിയിൽ വീഴുന്നതുണ്ട്, അതിനെ വടിയും കോലും ഉപയോഗിക്കണം. ചെറിയ ശിക്ഷണത്തിനായിട്ട് കോൽ ഉപയോഗിക്കും. വടി എന്ന് പറയുന്നത് ആ വീണു പോകുന്നതിനെ എഴുന്നേൽപ്പിക്കുവാനും മുറിഞ്ഞതിനെ മുറിവ് കിട്ടുവാനും ഒടിഞ്ഞതിനെ നേരെയാക്കുവാനും ഇതെല്ലാം ഇടയൻ്റെ ജോലിയാണ്. സഭാംഗങ്ങളിൽ വേദനയുള്ളവരുണ്ട്, പ്രശ്നമുള്ളവരുണ്ട്. ഇവരെയൊക്കെ ചെന്ന് കാണണം. അവരോട് സാമൂഹികമായ പ്രശ്നങ്ങൾ, അതുപോലെ മാനസികമായ പ്രശ്നങ്ങൾ, രോഗം, ദുഃഖം, മരണം ഇതെല്ലാം ഉണ്ടാകും. ഇവിടെ എല്ലാം ഈ ഇടയനുണ്ടായിരിക്കണം. പ്രിയ സഹോദരന്മാരെ, ഞാനൊരു കാര്യം ഇങ്ങനെ പറയട്ടെ. ചില ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ, ഇതര സഭാ വിഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പം അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, എൻ്റെ ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എന്നെ സഹായിച്ചത് അവരാ. ഇന്നിടത്തെ പാസ്റ്റർ പല ദിവസങ്ങൾ വന്ന് എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഉപദേശമൊന്നും നോക്കിയില്ല, എന്നെ സഹായിച്ച അവരുടെ കൂടെ ഞാൻ പോയി. ഇപ്പോഴും നമ്മുടെ ഉപദേശമാണ് നല്ലതെന്ന് എനിക്കറിയാം, പക്ഷേ പ്രായോഗികമായിട്ട് അവരാ നല്ലത്. അപ്പം ഞാൻ അവരുടെ കൂടെ പോയി. അപ്പോൾ നമുക്ക് ഈ ശുശ്രൂഷയ്ക്ക്, അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പോയിൻ്റ്, ഈ പൂർണ്ണസമയമല്ലാതെ അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് ഈ സേവനം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും ഇതൊരു പൂർണ്ണസമയ ശുശ്രൂഷയായിട്ട് അവർ കാണണം. അതിനെന്താണ് മാർഗം? പരിപാലനമില്ലാത്തതാണ് നമ്മുടെ സഭ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു തകർച്ച എന്ന് എടുത്തു പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.